കേരളത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതൊന്നുമല്ല, ഇതിന് റഷ്യയുമായിട്ടുള്ള ബന്ധം തുടരും, ഇന്ത്യ ഗവൺമെന്റ് തള്ളിക്കളയും, ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല. കൃത്യമായിട്ടങ്ങ് പറയാം. അതായത് മനസ്സിലാക്കേണ്ടത്, ഒരു 10 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞു, 10-20 ദിവസം ട്രംപ് പറഞ്ഞു 50 ദിവസമാണ് റഷ്യക്ക് കൊടുത്തിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന സാങ്ഷനും പല വാറിന്റെ രൂപം മാറും. അതിനുശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും പല രീതിയിൽ വരുന്ന എണ്ണ, അതായത് ക്രൂഡ് ഓയിലും ഗ്യാസും പരിപാടികളൊക്കെ അതവർ കട്ട് ഓഫ് ചെയ്തു. ഇപ്പം ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് പറഞ്ഞത്? ആദ്യം ലിൻസെ ഗ്രഹാം, അമേരിക്കൻ സെനറ്റർ, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റർ പറഞ്ഞു 100% ഞങ്ങൾ ട്രേഡ് ഏർപ്പെടുത്തും ഈ പറയുന്ന രാജ്യങ്ങൾക്കെതിരെ, ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഏർപ്പെടുത്തും. ഇന്ത്യ അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇന്ത്യക്ക് വേണ്ടി അനുകൂലമുണ്ടായി. വീണ്ടും ഞാൻ പറയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ട്രംപ് ഇതിൻ്റെ ഒരു സൂചന തന്നു കഴിഞ്ഞു. ഈ റഷ്യയുമായിട്ടുള്ള ഓയിൽ ഇടപാട് നിർത്തിയില്ല എങ്കിൽ ഇന്ത്യക്കെതിരെ അഡീഷണൽ ടാരിഫ്, അത് 50 ആണോ 100 ആണോ എന്ന് പറയാൻ പറ്റത്തില്ല.